ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ബേക്കിങ്ങിൻ്റെ ബേസിക് ക്ലാസ്സാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാം. ഇതാണ് സ്റ്റൗ ടോപ്പിൽ വെക്കുന്നത് പോട്ട്, ബിരിയാണി പോട്ടാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ അലൂമിനിയത്തിൻ്റെ ബിരിയാണി പോട്ട് ഉണ്ടെങ്കിൽ അത് മതി. ഇതുണ്ടെങ്കിൽ കുറച്ച് അടികട്ടിയായിട്ടുള്ള ബിരിയാണി പോട്ടാണ്. ഈ പോട്ടിൽ നല്ല ബേക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഈ റിങ് ഇറക്കി വെച്ചിട്ടാണ് ഇതുപോലത്തെ ടിന്നിൽ കേക്ക് ബേക്ക് ചെയ്യാനുള്ളത്. ഈ ടിന്നിൽ ഒഴിച്ചിട്ടാണ് ഇതിൽ ഇറക്കി വെക്കുകയാണ്. ഇത് ഇറക്കി വെച്ച് ഇത് അടച്ച് വെച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചിട്ട് സിമ്മിലാക്കി വെക്കും. സ്റ്റൗ ടോപ്പ് സിമ്മിലാക്കി വെച്ചിട്ട് 50 മിനിറ്റോ 45 മിനിറ്റ് പല സ്റ്റൗ ടോപ്പിലും പല ടൈമുകളുമാണ്. അപ്പോൾ നമ്മുടെ ടൈം എന്താണെന്നുള്ളത് നമ്മൾ കണക്കാക്കി നോക്കുക. ആദ്യം ഒന്ന് വെച്ച് നോക്കുക. പിന്നെ അത് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് തോന്നുകയാണെങ്കിൽ പിന്നെയും ഒത്തിരി നേരം കൂടി ഏറെ വെക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യല്. അതുപോലെ നമുക്ക് ഓവണിലും ഉണ്ടാക്കാം. ഓവണിൽ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഓവൺ. ഇതിൽ പലവിധ ഓവണുകളുണ്ട്. ഇത് ഫാബർ എന്ന കമ്പനിയുടേതാണ്. പിന്നെയുള്ള കമ്പനി മോർട്ടി റിച്ചാർഡ്സ്, ഹാവൽസ്, വണ്ടർ ഷെഫ്, അങ്ങനെ ഒരുപാട് വിധത്തിലുള്ള കമ്പനികൾ, ജീബാസ് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഫാബർ എന്ന കമ്പനിയാണ്. ഇതിൽ 3 വിധം ഓവണുകളുണ്ട്. സോളോ ഓവണ്, രണ്ടാമത്തെ കൺവെക്ഷൻ ഓവണ്, മൂന്നാമത്തെ OTG ഓവണ്. സോളോ ഓവണിൽ ഫുള്ള് ചൂടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭക്ഷണം ചൂടാക്കാൻ അങ്ങനത്തെ ഇതിലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. കൺവെക്ഷൻ ഓവൺ അങ്ങനെയല്ല, 2 വിധവും ചെയ്യാം. ബേക്കിങ്ങും ചെയ്യാം, അതുപോലെ തന്നെ ചൂടാക്കാനും പറ്റും. അത് OTG ഓവൺ അങ്ങനെയല്ല. അത് ഫുള്ള് ഓവണിൽ നമ്മൾ എന്തൊക്കെയാണോ ബ്രെഡ്, അതുപോലെ പിസ്സ ഉണ്ടാക്കുക, അതുപോലെ ബേക്ക് ചെയ്യുക, അതുപോലെ പപ്സ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഈ OTG ഓവണിലാണ് ഉപയോഗിക്കുന്നത്. അതേമാതിരി കോഴി ചുടാൻ അങ്ങനത്തെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ OTG ഓവണിലാണ്. ഒരു ഹോം ബേക്കർ ആവണമെന്നുണ്ടെങ്കിൽ ഈ OTG ഓവണാണ് ഏറ്റവും നല്ലത്. കൺവെക്ഷൻ ഓവനാണെങ്കിൽ വീട്ടുപയോഗങ്ങൾക്ക് അങ്ങനത്തെ കാര്യത്തിന് കൺവെക്ഷൻ ഓവന് പറ്റുള്ളൂ. ബിസിനസ്സിനാണ്, നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ OTG ഓവണാണ് ഏറ്റവും നല്ലത്. ഇത് 60 ലിറ്ററിൻ്റെ OTG ഓവണാണ്. ഇതിൽ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളതുണ്ട്. പക്ഷെ ഇത് 60 ലിറ്ററാണ്. ഇതിന് 4 ഓപ്ഷൻസാണ് ഉള്ളത്. ഇത് ഫങ്ഷന്, ഇതിലാണ് കോഴി ചുടാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഫങ്ഷനിൽ വെച്ചിട്ടാണ്. ഇത് നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇത് ഓണാക്കേണ്ട കാര്യമില്ല. ടെമ്പറേച്ചർ നമുക്ക് എത്രയാണോ കേക്കിന് ടെമ്പറേച്ചർ വേണ്ടത്, എൻ്റെ ഓവണിൽ ഞാൻ ഉപയോഗിക്കുന്നത് 150 ഡിഗ്രിയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ഓരോ ഓവണിലും ഓരോ ഡിഗ്രിക്ക് ഇതാണ്. ഈ ഫാബർ എന്ന കമ്പനിയിൽ ഞാൻ 150 ഡിഗ്രിയാണ് എടുക്കുന്നത്. ഇത് ഈ മോൾഡിക്കാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത്. ഈ മേളത്തെ ഭാഗം മേലെ കോയിന് ചൂടാക്കുന്നതാണ്. രണ്ടാമത്തേത് ഫാൻ എങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടതെന്നാണ്. താഴത്തതാണ് നമുക്ക് ഗ്രില്ല് അടിഭാഗം ടോസ്റ്റ് ബേക്ക് ചെയ്യണമെങ്കിൽ താഴെ മേലെയാണ് കോയിൽ ചൂടാക്കേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷനിലാണ് ഇത് ഇടേണ്ടത്. രണ്ടാമത്തെ ടൈമർ, നമുക്ക് എത്ര ടൈമാണോ നമുക്ക് വെക്കേണ്ടതെന്നുള്ളത് ഈ ടൈമിൽ ഇത് കറക്കലാണ്. ഇതാണ് ഓവണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് പിന്നെ എനിക്ക് പറയാനുള്ളത് ബീറ്ററിനെ കുറിച്ചാണ്. ബീറ്റർ എപ്പോഴും നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ബീറ്റർ എടുക്കണം. ഈ ബീറ്റർ തന്നെ വേണമെന്നില്ല, നല്ല ബീറ്റർ നോക്കി കടയിൽ ചോദിച്ചാൽ നല്ല ബീറ്റർ തന്നെ തരും. അതിനനുസരിച്ച് എടുക്കുക. നമ്മൾ ബീറ്റർ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മുട്ട ബീറ്റ് ചെയ്യാനാണെങ്കിലും ക്രീം ബീറ്റ് ചെയ്യാനാണെങ്കിലും ഇത് നല്ലോണം ഓരോ ഭാഗങ്ങളും തുടച്ചെടുത്തിട്ടാണ് ചെയ്യേണ്ടത്. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ലോണം തുടച്ചെടുത്ത് ബീറ്റ് ചെയ്യാം. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഫീസർ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കാൻ പാടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേക്കിൻ്റെ മോൾഡാണ്. കേക്കിൻ്റെ മോൾഡ് 6 ഇഞ്ച് മോൾഡാണിത്. ഇത് 7 ഇഞ്ച് മോൾഡാണ്. ഇത് 8 ഇഞ്ച് മോൾഡ്. ഇതിൻ്റെ അടിയിൽ 9 ഇഞ്ച് ഉണ്ട്. പിന്നെ ഇത് 10 ഇഞ്ച് മോൾഡ്. ഇത് 2 kg ഉണ്ടാക്കുന്ന മോൾഡാണ്. ഇത് 1.5 kg 1 kg ഒക്കെ ഉണ്ടാക്കുക 8ൻ്റെ മോൾഡാണ്. ഇത് 7ൻ്റെ മോൾഡ് 1 kg ഉണ്ടാക്കുന്ന മോൾഡ്. ഇത് 1/2 kg 6 ഇഞ്ചിൻ്റെ മോൾഡ്. 5 ഇഞ്ചിൻ്റെ മോൾഡിലും 1/2 kg നമുക്ക് കുറച്ച് ഹൈറ്റിൽ ഉണ്ടാക്കാം. 6 ആകുമ്പോൾ കുറച്ച് പരന്ന ടൈപ്പായിരിക്കും. ഇത് 7 ഇഞ്ച് മോൾഡ് ആയാലും നമുക്ക് കുറച്ച് ഹൈറ്റിൽ കിട്ടും. 8 ഇഞ്ചിലാകുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ കേക്കിൻ്റെ മോൾഡ് അളക്കണമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇത് 7 ഇഞ്ചിൻ്റെ മോൾഡാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് വാഷം പിടിച്ചിട്ട് ഇവിടെ ടാപ്പ് വെച്ചുകൊണ്ട് അളക്കുക. അതാണ് നമ്മൾ 7 ഇഞ്ചാണോ 8 ഇഞ്ചാണോ എത്ര ഇഞ്ചിൻ്റെതാണെന്നുള്ളതെങ്കിലും അത് അളക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അളന്നാൽ മതി. ഇങ്ങനെ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് 1 kg കേക്ക് ഉണ്ടാക്കാം.
നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 5 ഇഞ്ചിൻ്റെ മോൾഡ്, അത് ½ kg. അതുപോലെ 7 ഇഞ്ചിൻ്റെ മോൾഡ്. ഈ 2 മോൾഡ് പോലെ തന്നെ നമുക്ക് അത്യാവശ്യം കേക്ക് നല്ലപോലെ ഉണ്ടാക്കാം. പറയാനുള്ളത് സ്ക്രാപ്പറിനെ കുറിച്ചാണ്. സ്ക്രാപ്പർ പല ഷേപ്പിലായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓരോ മോഡലും ഓരോ ഷേപ്പിലുള്ള സ്ക്രാപ്പറുകളാണ്. ഓരോന്നും ഓരോ മോഡലാണ്. ഇതിങ്ങനെ സെറ്റായിട്ടാണ് നമുക്ക് സ്ക്രാപ്പറുകൾ കിട്ടുക. ഇങ്ങനത്തെ ടൈപ്പ് സ്ക്രാപ്പറും കിട്ടും. പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സ്ക്രാപ്പർ നമുക്ക് കേക്കിന് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുണ്ട്. പക്ഷേ ഈ സ്ക്രാപ്പറിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇതുപോലത്തെ ATM കാർഡോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കാർഡോ ഒക്കെ ആയിട്ട് ഇതുപോലെ കട്ടിയുള്ള ടൈപ്പ് കാർഡുകൾ കിട്ടും. ആ കാർഡ് വെച്ചിട്ട് കേക്ക് ഷേപ്പ് ചെയ്യാൻ, കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ ഈ കാർഡ് മതി നമുക്ക്. അപ്പോൾ ആ കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് കേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഐസിങ് ചെയ്യാൻ ഈ കാർഡ് മതി. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് വൃത്തിയിൽ നമുക്ക് കിട്ടും. നമ്മൾ കേക്കിന് യൂസ് ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ സാധാ ഓയിലുകളുണ്ട്, പാം ഓയിൽ, അങ്ങനെയുള്ള ഓയിലുകളൊക്കെ ഉണ്ട്. അത് യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിലാണ് കേക്കിന് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ, പാം ഓയിൽ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കേക്കിന് എപ്പോഴും ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഈ അരിപ്പ, ഇങ്ങനത്തെ ഒരു അരിപ്പ നമുക്ക് ആവശ്യമാണ്. ഇതിൽ വലുതിന് ഇതിൻ്റെ നേരെ ചെറുതായാലും കുഴപ്പമില്ല, പക്ഷേ പറ്റി ചെറുതാകരുത്. ഇതുപോലത്തെ ഒരു അരിപ്പ ഉണ്ടാകുന്നത് നല്ലതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കാൻ ഇങ്ങനത്തെ അരിപ്പ നമുക്ക് അത്യാവശ്യമാണ്. ഇതിൽ വെച്ചിട്ടാണ് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഒക്കെ അരിച്ചെടുക്കുന്നത്. ഇങ്ങനത്തെ ഇതിൽ 3 പ്രാവശ്യം അരിക്കണം. കാരണം എന്തെങ്കിലും ഉള്ളൂ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വിസ്കാണ്. ഈ വിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനാണ് ഈ വിസ്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ കേക്ക് ക്രീം ബീറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കലുണ്ട്. എഗ് ബീറ്റർ ഇല്ലാത്തവർക്ക് ക്രീം ബീറ്റ് ചെയ്യാൻ ഈ വിസ്കാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കലാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കറക്കി ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. പക്ഷേങ്കിൽ അത് കൈയും കടച്ചിലും ഒക്കെ വരുന്നതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യണില്ല. പക്ഷേ ഞാനിത് മിക്സ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി വേണ്ടത് ചോക്ലേറ്റാണ്. ചോക്ലേറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതുപോലെ എയർടൈറ്റുള്ള ബോക്സിലാണ് ചോക്ലേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഈ ചോക്ലേറ്റ് ഒരിക്കലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് കേക്കിന് യൂസ് ചെയ്യാൻ കഴിയില്ല, മെൽറ്റ് ആയാനോ ഒന്നിനും കഴിയില്ല. അപ്പോൾ ഇത് എപ്പോഴും പിന്നെ എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഉപയോഗിക്കുക. ഇതുപോലെ മെലോൻ്റെ ചോക്ലേറ്റാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യല്. മെലോൻ്റെ ചോക്ലേറ്റാണ്, മെലോൻ്റെ വൈറ്റ് ചോക്ലേറ്റാണ് ഇത്. അതുപോലെ മെലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റാണ് ഇത്. ഇതാണ് എപ്പോഴും ഞാൻ കേക്കിൽ യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ പല വിധത്തിലുള്ള കോമ്പൗണ്ടുകളുണ്ട്. ഇത് ബേസിക്കായിട്ട് കൊടുക്കുന്നത് ഈ 2 കോമ്പൗണ്ടുകളാണ്, വൈറ്റും ഡാർക്കും. പിന്നെ ഇതിൽ പല ഫ്ലേവറിലുള്ള കോമ്പൗണ്ടുകളുണ്ട്. പിന്നെ മാംഗോൻ്റെ ഉണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള കോമ്പൗണ്ടുകളുണ്ട്. ഇനി നമുക്ക് കേക്കിന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് സ്പാച്ചുലയാണ്. ഇതുപോലത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്പാച്ചുലയാണ് നമുക്ക് വേണ്ടത്. സിലിക്കോൺ ആയിട്ടുള്ള സ്പാച്ചുല, കുറച്ച് ക്വാളിറ്റി കൂടി നല്ല സ്പാച്ചുല നോക്കി മേടിക്കുക. ഇതുപോലത്തെ സ്പാച്ചുല മേടിക്കാതിരിക്കുക. ഇത് പറ്റ ഇതായിട്ടുള്ള സ്പാച്ചുലയാണ്. ഇതിലേറെ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനത്തെ സ്പാച്ചുലകളാണ്. ഇത് നമുക്ക് കേക്ക് ബീറ്റ് ചെയ്യുമ്പോൾ അത് വടിച്ചെടുക്കാൻ ഇങ്ങനത്തെ സ്പാച്ചുലയാണ് വേണ്ടത്. സ്പാച്ചുല ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്പാച്ചുലിൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്പാച്ചുലയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് കളറുകളാണ്. കളറുകൾ അത്യാവശ്യമുള്ളത് ഒന്ന് നമുക്ക് മാജിക്കിൻ്റെ മാജിക് റെഡ് എന്ന കളറാണിത്. അതുപോലെ മാജിക്കിൻ്റെ പിങ്ക്, ഇങ്ങനെയുള്ള കളറുകളാണ് നമുക്ക് അത്യാവശ്യമുള്ളത്. ഒരു റെഡ് വെൽവെറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ കളറുകൾ വാങ്ങിയിട്ട് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ക്വാളിറ്റി നോക്കി എടുക്കുക. ക്വാളിറ്റി ഇല്ലാത്ത കളറുകളുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കാം. ഒന്നാമത്തെ കാര്യം, ആ 4 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അളവുകൾ കൃത്യമായിട്ട് എടുക്കുക. മൈദ ആണെങ്കിൽ ആ അളവ് കൃത്യമായിട്ട് എടുക്കുക. അതുപോലെ ഓയിലാണെങ്കിൽ അതിൻ്റെ അളവുകൾ കൃത്യം, വെള്ളമാണെങ്കിൽ അതിൻ്റെ അളവുകൾ, പാല്, ഒക്കെ കൃത്യമായിട്ടുള്ള അളവുകൾ എടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം. നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബൗള്, അതുപോലെ എഗ് ബീറ്ററിൻ്റെ വിസ്ക്, അതുപോലെ പിന്നെ മോൾഡ് ഒക്കെ എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ട് എടുക്കുക. അതായത് തുടച്ച് വൃത്തിയായി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ ഡ്രൈ ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച ഒരു സാധനം നമ്മൾ കേക്കിൽ ഉപയോഗിക്കാൻ, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കേക്കിൽ ഉപയോഗിക്കാൻ പാടില്ല. കേക്കിൽ ഉപയോഗിക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലായിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ.
പിന്നെ കേക്കിൽ പാലാണെങ്കിൽ, കേക്ക് ഉപയോഗിക്കുന്ന പാലാണെങ്കിൽ അത് ഒന്ന് ഇളം ചൂടാക്കിയിട്ട് മാത്രമേ കേക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മുട്ടയാണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലായിട്ട്, ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലായിട്ടാണ് കേക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കേക്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. നാലാമത്തെ നമ്മൾ കേക്കിന്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലോ കേക്ക് ശരിയാവില്ല. അതേമാതിരി ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കേക്ക് ശരിയാവില്ല. അത് താന്നു പോകാനേ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും കേക്കിന്റെ ടൈം എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ കേക്കിന്റെ ചൂടും നല്ലപോലെ ശ്രദ്ധിക്കണം, ടെമ്പറേച്ചറും ശ്രദ്ധിക്കണം. എന്നെങ്കിലേ ഉള്ളൂ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ കേക്ക് ബേക്ക് ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഓവൺ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് ഓവൺ ആയാലും പിന്നെ അതുപോലെ സ്റ്റൗ ടോപ്പിലായാലും അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്ത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോഴും നമ്മൾ കേക്ക് ഫ്ലോപ്പായി പോകും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. ടൈം കൊടുത്തിട്ടുള്ള ആ ടൈം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് കേക്ക് എടുത്ത് നോക്കാൻ പാടുള്ളൂ. അല്ലാതെ കേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്ത് നോക്കാൻ പാടില്ല.